സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. രാജീവ് ചന്ദ്രശേഖറിന്റെ വരവോടെ മുന്നാക്ക വോട്ടുകളിൽ ഉൾപ്പെടെ വലിയ ഭിന്നിപ്പ് ഉണ്ടാകുമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. അതേസമയം ഭൂരിപക്ഷ വോട്ടുകൾക്കൊപ്പം തീരദേശ മേഖലയെ കൂടി ഒപ്പം നിന്നാൽ അത്ഭുതമുണ്ടാകുമെന്ന് BJPയും കരുതുന്നു. എന്നാൽ വോട്ട് ചോർച്ച ഉണ്ടാകില്ലെന്നും വിജയം ആവർത്തിക്കുമെന്നുമാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ശശി തരൂരിലൂടെ തുടർച്ചയായ 4ാം വിജയം കോൺഗ്രസ് സ്വപ്നം കാണുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. എന്നാൽ സ്ഥാനാർത്ഥികൾ സജീവമായതോടെ കളം മാറി. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എത്തിയതാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചത്. 19% ക്രിസ്ത്യൻ വോട്ടുകളും 13% മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. എന്നാൽ അതിനേക്കാൾ ഇരട്ടിയിലധികമാണ് ഹൈന്ദവ വോട്ടുകൾ. 66%-ലധികം ഹിന്ദു വോട്ടുകളുള്ളതാണ് തലസ്ഥാനത്തെ പാർലമെന്റ് മണ്ഡലം. അതായത് വികസന പദ്ധതികൾക്കൊപ്പം മതസാമുദായിക സമവാക്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് തലസ്ഥാനം. ഹൈന്ദവ വോട്ടുകളിൽ തന്നെ മുന്നോക്ക വോട്ടുകൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം. കഴിഞ്ഞ കുറേ നാളുകളായി ഇതിലധിക വോട്ടുകളും ശശി തരൂരിലേക്കാണ് പോകുന്നത്. തീരദേശ വോട്ടുകൾക്കൊപ്പം മുന്നാക്ക സമുദായത്തിലെ വോട്ടുകൾ കൂടി ചേരുന്നതാണ് തരൂരിന്റെ ശക്തി. ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ കാര്യങ്ങൾ ആകെ മാറി എന്നാണ് സൂചന. നഗര കേന്ദ്രീകൃത മേഖലയിൽ കോൺഗ്രസിനേക്കാൾ സ്വാധീനം BJPക്കുണ്ടായിട്ടും ഹിന്ദു വോട്ടുകളിൽ നല്ലൊരു ശതമാനവും തരൂരിനാണ് ലഭിച്ചിരുന്നത്. ഇത്തവണ അതിൽ മാറ്റമുണ്ടാകുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. നഗരസഭാ വാർഡുകളിലുള്ള BJPയുടെ സ്വാധീനവും പ്രധാനപ്പെട്ടതാണ്. നഗരാതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങളിൽ BJPയുടെ സ്വാധീനവുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊപ്പം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്കൊപ്പം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം. ഇതാണ് തിരുവനന്തപുരം നഗരം ഈയിടെയായി ചിന്തിക്കുന്നത്. ഇത്തവണ അതിൽ മാറ്റമുണ്ടായാൽ നേട്ടം ആർക്കാകുമെന്ന് കണ്ടറിയണം. മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ മന്ത്രിസഭയിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ തരൂരിന് ലഭിക്കുന്ന നഗര വോട്ടുകളിൽ കൃത്യമായ വിള്ളലുണ്ടാകുമെന്ന ഉറപ്പ്. അത്തരത്തിലൊരു ക്രോഡീകരണം ഉണ്ടായാൽ അത് തങ്ങൾക്ക് നേട്ടമാകുമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. ഏതായാലും പ്രചരണം ആവേശ കൊടുമുടിയിലേക്ക് എത്തുമ്പോൾ പ്രവചനാതീതമാകുകയാണ് തിരുവനന്തപുരം മണ്ഡലം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.